പ്രിയ കൂട്ടുകാരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുങ്ങല്ലൂർ ദേവീക്ഷേത്രത്തിൽ നിന്നും കേവലം 1 കിലോമീറ്റർ മാത്രം ദൂരെ സ്ഥിതി ചെയ്യുന്ന പുലക്കാവ് ദേവീക്ഷേത്രത്തിന് സമീപമാണ്. പുലക്കാവ് ദേവീക്ഷേത്രം ഒരു ചെറിയ സിറ്റിയോട് ചേർന്നാണ് നിലകൊള്ളുന്നത്. ഞാനവിടെ എത്തുമ്പോൾ കുറേ ഭക്തജനങ്ങളും ക്ഷേത്ര പൂജാരിമാരുമെല്ലാം ക്ഷേത്രത്തിൽ കൂടി നിൽപ്പുണ്ടായിരുന്നു. അവിടെ എന്തൊക്കെയോ ഒരു വലിയ പൂജയുടെ ആരംഭങ്ങളാണ് എനിക്കവിടെ കാണുവാൻ കഴിഞ്ഞത്. പൂജ ചെയ്യുന്നതിനുള്ള ഒരുക്കങ്ങളാണ് അവിടെ ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേക ആകൃതിയിൽ വിട്ടുവച്ചിട്ടുള്ള ഇലകളിൽ തവിടും മറ്റ് പൂജാദ്രവ്യങ്ങളും അതോടൊപ്പം കള്ള്, ബ്രാൻഡി തുടങ്ങിയ ലഹരി വസ്തുക്കളും പ്രധാന പൂജാരി നിവേദിച്ചു. പൂജ അവസാന ഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. പൂജ അവസാന ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നു. പ്രധാന പൂജാരി ദേവപ്രീതിക്കായി ബ്രാൻഡിയും കള്ളും എല്ലാം നിവേദിച്ചു. പൂജ അവസാനിപ്പിച്ചു. ഇനി അടുത്ത പൂജ മേൽക്കാവിലാണ്. എല്ലാവരും അതിലേക്ക് യാത്ര ചെയ്യുന്നു. നമ്മളിപ്പോൾ മേൽക്കാവ് ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു. ഇതാ ഈ കൂട്ടിൽ കിടക്കുന്ന കോഴികളെല്ലാം ഭഗവതിക്ക് ബലി നൽകുന്നതിനായി ഭക്തജനങ്ങൾ എത്തിച്ചിട്ടുള്ളതാണ്. ഇതാ ഈ പൂജാരിയുടെ കൈകളിലിരിക്കുന്നത് 2 കുടം കള്ളാണ്, പൂജയ്ക്കുള്ളതാണ്. പ്രധാന പൂജാരി പിന്നാലെ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ബ്രാൻഡി കുപ്പിയുമുണ്ട്. ഇതാണ് പുലക്കാവ് വലിയ ക്ഷേത്രം. കീഴ്ക്കാവിലെ പൂജയ്ക്ക് ശേഷം ഇവിടെ മേൽക്കാവിൽ ഇതാ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു.
ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഇവിടുത്തെ പൂജാവിധികൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിലാണ്. പ്രധാന പൂജാരി പൂജകൾ ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രിയ കൂട്ടുകാരെ, മൃഗബലിയും കോഴിവെട്ടും നിയമം മൂലം കോടതി നിരോധിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൽ മാത്രമാണ് ഈ ഒരു സമ്പ്രദായം നിലനിൽക്കുന്നത്. ഇത് പൂർണ്ണമായി അംഗീകരിക്കുവാൻ എനിക്ക് മനസാക്ഷി അനുവദിക്കാത്തതിനാൽ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇനിയും കൂടുതൽ വിശേഷങ്ങളുമായി കൂടുതൽ നേർക്കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ തൽക്കാലം വിട പറയുന്നു. ഗുഡ് ബൈ.